എനിക്ക് യാതൊരു വിഷമവുമില്ല. ആശുപത്രി മുറിയുടെ സ്വകാര്യതയിൽ എല്ലാം പറഞ്ഞു തീർക്കുമ്പോൾ പഴയ 42-കാരന് പ്രായം 85 കഴിഞ്ഞിരുന്നു. 22-കാരി സപ്തതി പിന്നിട്ടിരുന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചു, എന്റെ കൂടെ വരുന്നോ? ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഇത് കേൾക്കുന്നത് തന്നെ മഹാഭാഗ്യം. തമ്മിൽ കണ്ടതിനു ശേഷം ടീച്ചർ ഒരു വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പ്രകോപിതനായി പിന്നെയും വന്നു മാഷുടേതായി ഒരു പ്രസ്താവന. മലയാളിയുടെ മനസ്സിലെ ഏറ്റവും വലിയ അവിവാഹിതനായിരുന്നു അഴീക്കോട്. പക്ഷേ അദ്ദേഹത്തെ ഓർക്കുമ്പോൾ ഈ പ്രണയത്തെ കൂടി നമ്മൾ ഓർമ്മിക്കും. ജേസനും TR രതീഷിനുമൊപ്പം ശ്രീകല ഡിവിഷൻ. ഡോക്ടർ സുകുമാർ അഴീക്കോടിന്റെ ഭൗതിക ശരീരം ഇപ്പോൾ എരവിമംഗലത്തെ വസതിയിൽ ആണുള്ളത്. നിരവധി പ്രമുഖരല്ലാത്ത വളരെ സാധാരണക്കാരായ അദ്ദേഹത്തിന്റെ ആരാധകർ എല്ലാവരും അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിന് ശേഷം ഭൗതിക ശരീരം തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിലേക്ക് കൊണ്ടുപോകും. കൂടുതൽ വിവരങ്ങൾ ജെയ്സൺ നൽകും. ജെയ്സൺ, എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? സനീഷ്, ഒരു 15-20 മിനിറ്റുള്ളിൽ തന്നെ എരവിമംഗലത്തെ വീട്ടിൽ നിന്നും മൃതദേഹം സാഹിത്യ അക്കാദമി ഹാളിലേക്ക് കൊണ്ടുപോകും. വീട്ടിൽ വെച്ച് പോലീസിന്റെ ഔദ്യോഗിക മൊഴികൾ നൽകിയിരുന്നു. ഇതിനുശേഷം ഇപ്പോഴും നിരവധി പേർ അദ്ദേഹത്തിന് മൃതദേഹം കാണാൻ അവസാന അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇവിടുത്തെ സ്ഥലസ്ഥിതികളും മറ്റു സാങ്കേതിക തടസ്സങ്ങളും മൂലമാണ് എത്രയും വേഗം സാഹിത്യ അക്കാദമികളിലേക്ക് നീക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. തെക്കൻ ജില്ലകളിൽ നിന്നുള്ള മുഴുവൻ ആളുകളെയും എത്രയും എത്തുന്നത് സാഹിത്യ അക്കാദമികളിലായിരിക്കും എന്നാണ് ജില്ലാ കളക്ടർ നമ്മൾ അറിയിച്ചിരിക്കുന്നത്. ഇതിനുശേഷം 3 മണിക്കൂറോളം സാഹിത്യ അക്കാദമികളിൽ വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ സ്റ്റേറ്റ് പ്രകാരം കണ്ണൂരിലേക്ക് കൊണ്ടുപോകുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് തർക്കം ഇപ്പോൾ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. MLA-മാർ അടക്കമുള്ള MP-മാർ അടക്കമുള്ള സാംസ്കാരിക പ്രവർത്തകർ അടക്കമുള്ളവർ ശക്തമായ പ്രതിഷേധവുമായി വീടിന്റെ പരിസരത്ത് എത്തിയിട്ടുണ്ട്. ജില്ലാ കളക്ടറും അതുപോലുള്ള മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടന്നു വരികയാണ്. എന്നാൽ ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം മുഖ്യമന്ത്രി വന്നതിന് ശേഷം മാത്രം 12 മണിയോടെ സാഹിത്യ അക്കാദമി ഹാളിൽ എത്തിച്ചിരുന്ന മുഖ്യമന്ത്രി എത്തിച്ചേർന്നതിന് ശേഷം മാത്രമാണ് ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കൂ. എങ്കിൽ പോലും ഔദ്യോഗിക നിലപാടുകൾ എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം കണ്ണൂർ ബന്ധുക്കളുടെ തീരുമാനമായിരിക്കും സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ കൈക്കൊള്ളുക എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എത്ര വൈകിയാൽ പോലും മൃതദേഹം കണ്ണൂരിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം കോഴിക്കോട് ടൗൺ ഹാളിൽ പൊതുദർശനത്തിലേക്ക്, അതിനുശേഷം നാളെ ഉച്ചയോടെ പയ്യാമ്പലത്ത് സംസ്കാരം നടത്താനുള്ള പ്രാഥമിക നടപടികൾ അവിടെ ആരംഭിച്ചു കഴിഞ്ഞെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇതിനുവേണ്ടി കണ്ണൂരിൽ അഴീക്കോടിലുള്ള അവരുടെ ബന്ധുക്കൾ അവിടുത്തെ നടപടികൾ പൂർത്തിയാക്കി വരികയാണ്. എങ്കിൽ പോലും അവസാന ഒരു പ്രതീക്ഷ എന്ന നിലയിൽ ഇവിടുത്തെ സാംസ്കാരിക ബോർഡ് രാഷ്ട്രീയ നേതാക്കളും ശക്തമായ സമ്മർദ്ദം ചെലുത്തുകയാണ്. VS സുധാർ MLA-യും MP വിൻസെന്റ് MLA-യും അടക്കം നമ്മോട് അറിയിച്ചത് ഞങ്ങൾ തടുക്കും എന്നുള്ള ശക്തമായ നിലപാടിലേക്ക്, മൃതദേഹം കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന ശക്തമായ നിലപാടിലെത്തി ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളും ജനപ്രതിനിധികളും സാംസ്കാരിക ബോർഡും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതൊക്കെ എത്രമാത്രം പ്രായോഗികമാകുമെന്നതിനെ കുറിച്ച് ഈ ആശങ്കകളുണ്ട്. ഒരു സംഘർഷാവസ്ഥ ഒഴിവാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ഇതിൽ എന്ത് തീരുമാനമെടുക്കും എന്ന് ഇപ്പോഴും വ്യക്തമല്ല. എങ്കിൽ പോലും ഔദ്യോഗിക സ്ഥിതി പ്രകാരം സർക്കാരിന്റെ നിലപാടുകൾ പ്രകാരം കണ്ണൂരിൽ കൊണ്ടുപോകുമെന്ന് തന്നെ നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാനാകും. സനീഷ്.